തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ തുഷാർ ഗാന്ധിയെ തടഞ്ഞതിന് 5 പേർ അറസ്റ്റിലായിരിക്കുന്നു. BJP RSS പ്രവർത്തകരായ മഹേഷ്, കൃഷ്ണകുമാർ, ഹരികുമാർ, സൂരജ്, അനൂപ് എന്നിവരാണ് അറസ്റ്റിലായത്. ആദിൽ പാലോട് വിവരങ്ങളുമായി. ആദിൽ പാലോട്, RSSനെ വിമർശിച്ച തുഷാർ ഗാന്ധിയെ തടയുക മാത്രമല്ല, തുഷാർ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് മോശം പരാമർശങ്ങൾ BJP നേതാക്കളിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഒരു അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു. കോൺഗ്രസും ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചിരുന്നു. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? അറസ്റ്റിലായവർ ആരൊക്കെയാണ്? പ്രതിപക്ഷവും ഭരണപക്ഷവും CPM-ഉം കോൺഗ്രസും അടക്കം അതിരൂക്ഷമായ വിമർശനമാണ് ഈ RSS BJP പ്രവർത്തകർക്കെതിരെ ഉന്നയിച്ചിരുന്നത്. മുഖ്യമന്ത്രി അല്പം മുമ്പ് ഒരു പ്രസ്താവനയും ഇവർക്കെതിരെ ഇറക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ അറസ്റ്റിലേക്ക് നെയ്യാറ്റിൻകര പോലീസ് കടന്നിരിക്കുകയാണ്. 5 പേരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മഹേഷ്, കൃഷ്ണകുമാർ, ഹരികുമാർ, സൂരജ്, അനൂപ് എന്നിങ്ങനെ 5 പേരാണ്. ഇതിൽ ഒരാൾ അവിടുത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർ കൂടിയാണെന്ന് അറിയുന്നു. ആ വിധത്തിൽ ഈ പരിപാടിയുടെ സംഘാടകർ തന്നെയായിരുന്നു. പ്രമുഖ ഗാന്ധിയനായ G. ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനത്തിന് തുഷാർ ഗാന്ധി എത്തിയത്. തുഷാർ ഗാന്ധി സംഘപരിവാറിനെതിരെ സംസാരിച്ചുവെന്നും അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഉണ്ടായത്. എന്നാൽ തന്റെ പ്രസ്താവനയിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്നാണ് തുഷാർ ഗാന്ധി അവിടെ വെച്ച് തന്നെ വിശദീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് തടയുന്ന സാഹചര്യങ്ങളിലേക്കും സംഭവങ്ങളിലേക്കും കാര്യങ്ങൾ കലാശിച്ചത്. ഒടുവിൽ പോലീസ് ഇന്ന് കേസെടുത്തിരുന്നു. കേസെടുത്തപ്പോൾ കണ്ടാൽ തിരിച്ചറിയാവുന്ന ആളുകൾ 5 പേർ എന്നാണ് പറഞ്ഞിരുന്നത്. കൃത്യമായ അറസ്റ്റിലേക്ക് ഈ ഘട്ടത്തിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പിന്നാലെ തുഷാർ ഗാന്ധി തിരുവനന്തപുരത്ത് വരുന്നു. നെയ്യാറ്റിൻകരയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. തിരുവനന്തപുരത്ത് വെച്ച് RSSകാർ, കേരളത്തിൽ വെച്ച് RSSകാർ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളും പ്രതികരണങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. BJP നേതാക്കൾ അത് ന്യായീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതിൽ പ്രതികരണമുണ്ടായത്. കോൺഗ്രസിൽ നിന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. പിന്നീട് മുഖ്യമന്ത്രി അതിൽ ശക്തമായി പ്രതികരിച്ചു. RSSനെ വിമർശിക്കുന്നവരെ ഏത് രൂപത്തിലാണ് BJP കാണുന്നത് എന്നൊരു വിഷയം കൂടിയുണ്ട്. തുഷാർ ഗാന്ധി എന്ന പേര് വാലിലുണ്ട് എന്ന് കരുതി എന്തും പറയാമെന്ന് കരുതരുത് എന്ന രൂപത്തിലൊക്കെയുള്ള മറുപടിയാണ് വരികയും ചെയ്തിരുന്നത്. ഇപ്പോൾ അറസ്റ്റിലായവർ വെറും പ്രവർത്തകർ മാത്രമാണോ? അതിൽ പ്രാദേശിക നേതാക്കൾ തന്നെയാണ്. പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട് ഈ സംഘാടകരിൽ പെട്ടവർ തന്നെയാണ് ഈ 5 പേർ എന്നുള്ളതാണ്. അവിടെ പലതരം പാർട്ടികൾ ഉള്ളവരെല്ലാവരും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ തുഷാർ ഗാന്ധി വന്നപ്പോൾ ഈ പ്രസംഗത്തിനിടെ സംഘപരിവാറിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന പ്രസംഗമാണ് നടത്തിയത്. അതിൽ പ്രകോപിതരായാണ് അവിടുത്തെ RSSന്റെയും BJPയുടെയും പ്രാദേശിക നേതാക്കൾ അടക്കം ഈ 5 പേരിൽ ഒരാൾ പഞ്ചായത്ത് മെമ്പർ കൂടിയാണെന്ന് നെയ്യാറ്റിൻകര പോലീസ് അറിയിക്കുന്നുണ്ട്. ഇവരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി അകത്തിടാനോ കേസെടുക്കാനോ കഴിയില്ല. വാഹനം തടഞ്ഞു, ഗതാഗത തടസ്സം ഉണ്ടാക്കിയെന്നതടക്കമുള്ള ചെറിയ വകുപ്പുകളായിരിക്കും ചുമത്തുക. സ്റ്റേഷൻ ജാമ്യം നൽകി തന്നെ വിടാനാകുന്ന സാഹചര്യമാണെന്ന് നെയ്യാറ്റിൻകര പോലീസ് അറിയിക്കുന്നു. തുടർ നടപടികൾ 4 മണിയോടുകൂടിയാണ് ഇവരുടെ അറസ്റ്റ് ഉണ്ടായത്. അതിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ തുടർന്നു വരികയാണ്. ഈ അറസ്റ്റിലായവർ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിലുണ്ട് എന്നത് വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ ഇവർ മാപ്പ് പറയണം, പ്രസ്താവന പിൻവലിക്കണമെന്ന് നെയ്യാറ്റിൻകരയിൽ പരിപാടി സ്ഥലത്ത് വെച്ച് തന്നെ ആവശ്യപ്പെടുന്നു. അത് വേണ്ടതില്ല എന്ന് കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികൾ എത്തുന്നു. അങ്ങനെയാണ് അതൊരു സംഘർഷത്തിലേക്ക്, വാക്കേറ്റത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയതും തുഷാർ ഗാന്ധിയെ വഴിയിൽ തടയുന്ന സാഹചര്യം ഉണ്ടായതും. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ RSSനെ വിമർശിച്ചാൽ തടയുമോ എന്നുള്ള ചോദ്യം കേരളം ഉയർത്തുകയാണ്. അതിന്റെ പേരിലാണ് ഇപ്പോൾ വളരെ വേഗം ഒരു കേസിലേക്ക് നീങ്ങിയിരിക്കുന്നത്. തുഷാർ ഗാന്ധിയുമായി പ്രതിപക്ഷ നേതാവ് ഫോണിൽ സംസാരിച്ചു. UC കോളേജിലെ പരിപാടിയിൽ അദ്ദേഹത്തിനൊപ്പം പങ്കെടുക്കുമെന്ന വിവരവും ഇപ്പോൾ പുറത്തുവരികയാണ്.